കഴിഞ്ഞ ദിവസങ്ങളിലായി വിവാഹം ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കണ്ടിരുന്നു. വിവാഹം ശരിയാകാത്ത ആൺകുട്ടികൾ, വിവാഹം ശരിയാകാത്ത പെൺകുട്ടികൾ. ഇൻഷാ അല്ലാഹ് വിവാഹ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ, പെട്ടെന്ന് വിവാഹം ശരിയാകാൻ, അനുയോജ്യരായ ഇണകളെയും തുണകളെയും ലഭിക്കാൻ അത്ഭുതകരമായ ചില ടിപ്സുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്‌ലിസ് മുഴുവനായി കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. എല്ലാ തടസ്സങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ, ഖൈർ നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത്. വിവാഹ ജീവിതം എന്നുള്ളത് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. നിങ്ങളുടെ ഒരൊറ്റ ശരീരത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് അതിനോട് ചേർത്തി അള്ളാഹു പറയുന്നു, വജഅല മിൻഹാ സൗജഹാ. ആ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഞാനൊരു ഇണയെ സൃഷ്ടിച്ചു. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണയെയും തുണയെയും പരാമർശിക്കുന്നത്? മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതകരമായ തുടക്കം അള്ളാഹു പറയുമ്പോൾ അള്ളാഹു വിവാഹ ജീവിതത്തെ അതിനോട് ചേർത്തി വായിക്കുകയാണ്. എന്നിട്ട് പടച്ച തമ്പുരാൻ പറയുന്നു, ലിയസ്കുന ഇലൈഹാ. ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്, സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ദാമ്പത്യ ജീവിതം എന്നുള്ളത് സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു മാർഗമാണ്. ദാമ്പത്യ ജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതം ജീവിതമായി മാറുക എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, വിവാഹം എന്നുള്ളത് ദൈവീകമാണ്. അത് ഏത് മതത്തിലാണെങ്കിലും, മുസ്ലിം മതത്തിൽ, ഇസ്ലാം മതത്തിലാണെങ്കിലും, ക്രൈസ്തവ മതത്തിലാണെങ്കിലും, ഹൈന്ദവ മതത്തിലാണെങ്കിലും, മറ്റ് ഏത് മതത്തിലാണെങ്കിലും ദൈവീകമാണ്. പരിശുദ്ധമായ നിക്കാഹ്, വിവാഹം, കല്യാണം എന്നുള്ളതൊക്കെ. കാരണം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഒരു അത്ഭുതകരമായ ആയത്ത് നോക്കൂ. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബലിക വജഅൽനാ ലഹും അസ്വാജ വസുജ്ജിയ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ്, നബിയെ, അങ്ങക്ക് മുമ്പുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്കൊക്കെ നാം ഭാര്യമാരെ കൊടുത്തിട്ടുണ്ട്, മക്കളെ കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും വിവാഹം കഴിച്ചവരായിരുന്നു. ഇന്ന് എവിടെയൊക്കെ വിവാഹ ജീവിതത്തെ അകറ്റി നിർത്തുന്നുണ്ടോ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ മതബോധം, ദൈവീകത, ദൈവത്തിനോടുള്ള വിശ്വാസം കുറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. യൂറോപ്പ് ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ കൺട്രികൾ പലതും വിവാഹ ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ, വിവാഹേതര ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അവിടെ മതം കുറവാണ്, അവിടെ ദൈവീകത കുറവാണ്, ദൈവവിശ്വാസം കുറവാണ്. നിരീശ്വരവാദികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസും ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റദ സുലുസൈ ദീനി ഫല്ലത്തഖില്ലാഹ ഫി സുലുസിൽ ബാക്കി. ഒരാൾ കല്യാണം കഴിച്ച അവൻ്റെ ദീനിൻ്റെ 2/3 പൂർത്തീകരിക്കപ്പെട്ടു. ഇനി ബാക്കി ഒരു ഭാഗം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ വിവാഹ ജീവിതം എന്നുള്ളത് ദൈവികമാണ്, ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മനുഷ്യന് സമാധാനവും സന്തോഷവും ഉണ്ടാക്കി തരുന്നതാണ്. മനുഷ്യജീവിതം യഥാർത്ഥ മനുഷ്യജീവിതമായി മാറുന്നത് വിവാഹത്തിലൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിവാഹപ്രായമായ എല്ലാ ചെറുപ്പക്കാർക്കും, എല്ലാ ചെറുപ്പക്കാരികൾക്കും അനുയോജ്യരായ ഇണകളെയും തുണകളെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, മഹത്തായ ഈ മജ്‌ലിസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് കമൻറ്റുകൾ വാട്സപ്പിലൂടെ വരുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിലൂടെ വരുന്നുണ്ട്, യൂട്യൂബിലൂടെ വരുന്നുണ്ട്. വിവാഹം ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല ആളുകൾക്കും വിവാഹത്തിനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ഭൗതികപരമായിട്ട് നോക്കുമ്പോൾ ജോലിയുണ്ട്, വീടുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നിട്ടും വിവാഹം നടക്കാത്ത ചില ആളുകൾ, അതല്ലാത്ത കാരണത്താൽ വിവാഹം നടക്കാത്തവരുമുണ്ട്. നമ്മളെപ്പോഴും ആത്മീയവും ഭൗതികവുമായ വിഷയങ്ങൾ പരിപൂർണമായി ചെയ്ത് പൂർത്തീകരിച്ചിരിക്കണം. ഭൗതികപരമായി അതിന് അർഹനായി നമ്മൾ മാറണം. ജോലിയില്ലാതെ കല്യാണം കഴിക്കാൻ പോയ ആരെങ്കിലും പെണ്ണ് തരുമോ? അല്ലെങ്കിൽ വിവാഹപ്രായമാകാതെ നമ്മൾ പെണ്ണന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെണ്ണ് കിട്ടും. അപ്പോൾ ഭൗതികപരമായിട്ട് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നടത്തുന്നതിൻ്റെ കൂടെ ആത്മീയമായ ഒരുക്കങ്ങൾ
ആത്മീയമായി നമ്മൾ ചില വിഷയങ്ങൾ ആ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പരിചയപ്പെടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ മാർഗം എന്നുള്ളത് വിശുദ്ധമായ ഖുർആനിലെ അഹ്സനുൽ ഖസസ് എന്നറിയപ്പെടുന്ന അത്ഭുതകരമായൊരു സൂറത്തുണ്ട്. സൂറത്ത് യൂസുഫ്. സുന്ദരനായ യൂസുഫ് നബിയുടെയും സുന്ദരിയായ സുലൈഖ ബിവിയുടെയും കഥ പറയുന്ന അത്ഭുതകരമായ സൂറത്ത്. നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്, വിവാഹം ശരിയാകാത്ത ആൺകുട്ടികൾ അല്ലെങ്കിൽ വിവാഹം ശരിയാകാത്ത പെൺകുട്ടികൾ 41 ദിവസം തുടർച്ചയായിട്ട് ഒരു ദിവസം ഒരെണ്ണം വീതം സൂറത്ത് യൂസുഫ് പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ കല്യാണം ശരിയാകണം, എത്രയും പെട്ടെന്ന് എനിക്കൊരു പെണ്ണിനെ കിട്ടണം, എത്രയും പെട്ടെന്ന് എനിക്കൊരു ചെക്കനെ കിട്ടണം, എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടണം എന്ന് നെയ്യത്താക്കിയിട്ട് ഓതി വന്നു കഴിഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും മാറുകയും അതിലേക്കുള്ളൊരു തൗഫീഖ്, എല്ലാ തടസ്സങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരികയും കാര്യങ്ങൾ എളുപ്പമാക്കി തരികയും ചെയ്യുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു മാർഗം എന്നുള്ളത് വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടികൾക്കാണ്. പല രക്ഷിതാക്കളും പറയാറുണ്ടല്ലോ, എൻ്റെ പെൺകുട്ടിയെ ഒരുപാട് ആളുകൾ വന്ന് കണ്ടു, പക്ഷേ വിവാഹം ശരിയാകുന്നില്ല എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കളുണ്ട്. ഇൻഷാ അല്ലാഹ് വിവാഹപ്രായം എത്തിയ പെൺകുട്ടികൾ അവരെ ഒരു ചെക്കൻ കാണാൻ വരുമ്പോൾ, ഒരു പയ്യൻ കാണാൻ വരുമ്പോൾ സിബ്ഗത്തുല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ വനഹ്നു ലഹു ആബിദൂൻ എന്ന് 111 പ്രാവശ്യം ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഊതിയിട്ട് ആ വെള്ളം കൊണ്ട് മുഖം കഴുകുക എന്നുള്ളതാണ്. എന്നിട്ട് പെണ്ണ് കാണാൻ വരുമ്പോൾ, പെണ്ണിനെ കാണാൻ വരുമ്പോൾ പെണ്ണ് അണിഞ്ഞൊരുങ്ങി നിന്ന് കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അവന് ബോധ്യപ്പെടുകയും കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്യുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഈ ഒരു ആയത്ത് തന്നെ 5 നേര നമസ്കാര ശേഷവും 11 പ്രാവശ്യം സിബ്ഗത്തുല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ വനഹ്നു ലഹു ആബിദൂൻ എന്ന് പതിവാക്കുന്നതും വിവാഹം ശരിയാകാൻ സഹായിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു മാർഗം എന്നുള്ളത് വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്ത് അഹ്സാബ്. സൂറത്ത് അഹ്സാബ് 7 ദിവസം തുടർച്ചയായിട്ട് ഓതിക്കഴിഞ്ഞാൽ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും. വിവാഹത്തിന് എന്താണോ തടസ്സമായി നിൽക്കുന്നത് ആ കാര്യങ്ങൾ അള്ളാഹു മാറ്റിത്തരും. അനുയോജ്യരായ ഇണകളെ ലഭിക്കും, അനുയോജ്യരായ തുണകളെ ലഭിക്കും. സ്വാലിഹീങ്ങളും സാലിഹാത്തുകളുമായ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാനുള്ള വിവാഹമെന്ന് പറയുന്ന സ്വപ്നം പൂവണിയും. സൂറത്ത് അഹ്സാബ്, സൂറത്തുൽ അഹ്സാബ് 7 ദിവസം തുടർച്ചയായിട്ട് മുടങ്ങാതെ ഓതുക എന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട്, നമ്മുടെ ഈമാനിൻ്റെ പവർ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ആ വിഷയത്തിൽ ലഭിക്കുമെന്നുള്ളതാണ്. വിവാഹം നടക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് എന്ന് പറയുന്ന രക്ഷിതാക്കൾക്കും അവരുടെ മക്കൾക്കും ഏറെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ഒരു അമലാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെയും തവക്കുലോടെയും ചെയ്ത് റിസൾട്ട് നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ ഒരു വിഷയം എന്നുള്ളത് വിവാഹം ശരിയാകുന്നില്ല എന്ന് പറയുന്നവർക്ക് വിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അത്ഭുതകരമായ ഒരു ഇസ്മാണ് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. അല്ലാഹുവിന് ഒരുപാട് ഇസ്മുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ആവശ്യം അല്ലാഹു നടത്തിത്തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ. വിവാഹം ശരിയാകുന്നില്ല, പെണ്ണ് ശരിയാകുന്നില്ല, ഒരുപാട് ആലോചനകൾ വന്നു, ഒന്നും നടക്കുന്നില്ല, അവസാന നിമിഷം മുടങ്ങിപ്പോവുകയാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന രക്ഷിതാക്കൾക്ക് അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അത്ഭുതകരമായ ഒരു ഇസ്മാണ് ജാമിഉ എന്നുള്ളത്. യാ ജാമിഉ യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്. ജാമിഉ എന്നുള്ള ഇസ്മിൻ്റെ അത് 114 ആണ്. 114 തവണ 5 നേര നമസ്കാര ശേഷവും യാ ജാമിഉ യാ അല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിവാഹം ശരിയാവുകയും വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും അള്ളാഹുവിൻ്റെ സഹായം ആ വിഷയത്തിൽ ലഭിക്കുകയും ചെയ്യുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. വിവാഹം ശരിയാകാനുള്ള ഏതാനും ചില ടിപ്സുകളാണ് നമ്മൾ പഠിച്ചത്. ആത്മീയമായി അള്ളാഹുവിൻ്റെ സഹായം തേടേണ്ടുന്ന ചില രൂപങ്ങളാണ് നമ്മൾ പഠിച്ചത്. അള്ളാഹുവിൻ്റെ സഹായം തേടുന്നതിൻ്റെ കൂടെ ഭൗതികരമായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തുക. നമ്മുടെ സൗന്ദര്യത്തിനോട്, നമ്മുടെ സമ്പത്തിനോട്, നമ്മുടെ ദീനിനോട്, നമ്മുടെ തറവാടിത്തത്തിനോട് യോജിക്കുന്ന ബന്ധങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ഇറക്കുക. നമ്മൾ താഴെ തട്ടിലും നമ്മൾ കൊമ്പത്ത് ചിന്തകളുമായി നടന്നു കഴിഞ്ഞാൽ അത് ഭൗതികപരമായ മുടക്കങ്ങളാണ്. അങ്ങനെയുള്ള മുടക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ആത്മീയമായിട്ടുള്ള ഒരുക്കങ്ങൾ, ഭൗതികപരമായിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം നമ്മൾ സ്വരൂപിച്ചുകൊണ്ട്, ഒരുമിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ
പെട്ടെന്ന് കല്യാണം ശരിയാകും, തടസ്സങ്ങൾ മാറിക്കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹപ്രായമെത്തി നിൽക്കുന്ന എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അല്ലാഹു അനുയോജ്യരായ ഇണകളെ നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.